ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ഒരു പാചക വീഡിയോ ആയിട്ടാണ്. ചിക്കൻ പെരട്ട് അടിപൊളി ഐറ്റമായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. സാധാരണ നമ്മൾ ചിക്കൻ കറി വെച്ച് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റൊന്നുമല്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റായിരുന്നു. അപ്പോൾ ചെറിയൊരു പനിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് വീട്ടിലെ കാര്യങ്ങളൊന്നും കുറച്ച് ദിവസമായിട്ട് കാണിക്കാത്ത പാചക വീഡിയോസ് മാത്രം രീതിയിൽ നിൽക്കുന്നത്. ത്രോട്ട് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം വെച്ചതായിരുന്നു ഈ ചിക്കൻ പെരട്ട്. സംഭവം അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം കേട്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നമുക്ക് എന്തായാലും കാര്യത്തിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടി ആവശ്യമായ സാധനങ്ങൾ: കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയും വെളുത്തുള്ളിയും ഉണ്ട്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പച്ചമുളകുണ്ട്, 2-3 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, 3 ഏലക്കായ ഉണ്ട്, പിന്നെ കറുവപ്പട്ട, ഗ്രാമ്പൂ, തക്കോലം, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം. കണ്ടോ, ഇഞ്ചിയും വെളുത്തുള്ളിയും ആദ്യം ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ പച്ചമുളക്, കറുവപ്പട്ട, അങ്ങനത്തെ ഐറ്റംസ് എല്ലാം, നമ്മുടെ സ്പൈസസ് ആയിട്ട് എടുത്തിരിക്കുന്ന എല്ലാ സാധനങ്ങളും, ഏലക്ക, കറുവപ്പട്ടയുടെ എല്ലാ ഐറ്റംസും നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. കറിവേപ്പില, പിന്നെ നമ്മളിടുന്നത് പെരിഞ്ജീരകമാണ്. അത്യാവശ്യം പെരിഞ്ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ ജീരകം, നല്ല ജീരകം ഉണ്ടല്ലോ, നമ്മൾ അവിയലിനൊക്കെ ഇടുന്ന നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പെരിഞ്ജീരകവും ഇട്ടു, നല്ല ജീരകവും ഇട്ടു, പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമ്മൾ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ഏകദേശം 1/2 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തത്. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പൊന്നുകുട്ടിയാണ് കേട്ടോ. നമ്മളിത് ചെയ്യുന്ന കാണുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവുമല്ലോ ഇതൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട്. അങ്ങനെ കുറച്ച് മുളക് പൊടി ഇട്ടു. പിന്നെ ഉപ്പ് ഇട്ട് കൊടുത്തു. അതിനുശേഷം വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. ഉപ്പാണ് വെളുത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നീട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്. അങ്ങനെ വെളിച്ചെണ്ണ ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിക്കണം. അതിന് മുമ്പ് ചിക്കൻ മസാലപ്പൊടിയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം അല്ലേ, ചിക്കൻ കറിയിലെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമാണ് ചിക്കൻ മസാലപ്പൊടി. അങ്ങനെ നമ്മൾ ചിക്കൻ മസാലപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് കറക്കിയെടുക്കുക. കണ്ടോ, നല്ല പേസ്റ്റ് രൂപത്തിൽ, വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ചിക്കനിലോട്ട് ഇതെല്ലാം നന്നായിട്ട് പെരട്ടി മിക്സ് ചെയ്ത് വെക്കുക. കുറച്ച് ചിക്കനെ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് പെരട്ടി അങ്ങ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണം കേട്ടോ. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം, ഒരുപാട് പാടൊന്നുമില്ല, സിമ്പിളാണ് ചിക്കൻ പെരട്ടെന്ന് പറയുന്നത്. ഇതുവരെ കഴിച്ച ചിക്കനിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് എനിക്ക് ഇവിടെ തോന്നിയിട്ടുള്ളത് കേട്ടോ. എപ്പോഴും ഒരേപോലെ ചിക്കൻ കറി വെക്കുമ്പോൾ നമുക്കൊരു ബോറടിയൊക്കെ ആയിരിക്കും അല്ലേ, കഴിക്കാൻ മടുത്തു പോകും നമ്മൾ ചിക്കനിലോട്. പക്ഷേ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണേ എപ്പോഴെങ്കിലും, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇതുപോലെ നന്നായിട്ട് പെരട്ടി നമുക്ക് മാറ്റി റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നമ്മുടെ ഇതുണ്ടല്ലോ, ജാറ് കഴുകിയ വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ ഒരു പെരട്ടിലോട്ട്. അതിനുശേഷം നമ്മളിത് ഇതുപോലൊരു ചീനച്ചട്ടി വെക്കുന്നു. ഓരോ കഷ്ണങ്ങളായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ആ അരപ്പും എല്ലാം കൂടെ. എണ്ണയൊന്നും ആ പാത്രത്തിൽ നമ്മൾ ഒഴിച്ചിട്ടില്ല കേട്ടോ, എണ്ണയൊന്നും ഒഴിച്ചിട്ടില്ല. നമ്മൾ ആ പാത്രത്തിലോട്ട് നമ്മൾ ആ പെരട്ടി വെച്ചിരിക്കുന്ന ചിക്കനും നമ്മൾ ജാറ് കഴുകിയ വെള്ളം ഉണ്ടല്ലോ, ആ വെള്ളം എല്ലാം കൂടെ നമ്മൾ ഇതുപോലൊരു ചീനച്ചട്ടിയിൽ ഒഴിച്ച് വെക്കുക. നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണമല്ലോ. ചിക്കൻ വെന്ത് കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ അരച്ചതിൻ്റെ ആ ഫ്ലേവർ ഫുൾ ആ ചിക്കനിൽ പിടിച്ച് ഒരു പ്രത്യേക രുചി നമുക്ക് അറിയാൻ പറ്റും. നല്ല മണമായിരുന്നു കേട്ടോ ഇത് വെക്കാൻ നേരത്ത്, നല്ലൊരു പ്രത്യേക മണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒരു പച്ചമണമാണല്ലോ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ആ നെയ്യൊക്കെ നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കണ്ടോ. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഈ ഒരു ടൈമിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം. അതിനുശേഷം നമ്മൾ സബോള, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സബോള വാട്ടി അതിനുശേഷം തക്കാളി വാട്ടുവാണ് കേട്ടോ. സബോള നന്നായിട്ടൊന്ന് വാടി വരുമ്പോഴത്തേക്കും തക്കാളി ഇട്ട് കൊടുക്കുവാണ്.
ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വാടി വരട്ടെ. കണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ വാടി വരണേ. അതിനുശേഷം നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. സവോളയും തക്കാളിയും വാടി വന്നതിലോട്ട് നമുക്ക് ഈ ചിക്കൻ വെന്ത് വന്നത് ഇട്ട് കൊടുക്കാം. എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്കൊരു ത്രോട്ട് ഇൻഫെക്ഷൻ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് എൻ്റെ ഒച്ചയിലൊരു ചെറിയ വ്യത്യാസം വന്നിരിക്കുന്നത് കേട്ടോ. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിച്ചേക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടല്ലോ, എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഇത് കാണുമ്പോൾ തന്നെ സത്യം പറയാൻ നമുക്ക് കഴിക്കാൻ തോന്നും. ആ ഒരു പരുവാണ്. അവസാനത്തെ സെറ്റപ്പാണ് തേങ്ങാപ്പാൽ. ഒരു തേങ്ങയുടെ ഹാഫ് നന്നായിട്ട് എടുത്തിട്ട് അത് തേങ്ങാപ്പാലാക്കിയിട്ട് അത് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇത് 1-ാം പാൽ 2-ാം പാൽ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് എന്താണോ ആദ്യം കിട്ടുന്ന ആ പാലിൻ്റെ ഇതാണ് കേട്ടോ തേങ്ങാപ്പാൽ. അത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അവസാനത്തെ പരിപാടിയാണ് ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് എടുക്കുക. ഇനി ഇത് നന്നായിട്ട് വറ്റണം കേട്ടോ. ഈ ഒരു അരപ്പുണ്ടല്ലോ അത് നന്നായിട്ട് വരട്ടി ഈ ഒരു ലാസ്റ്റ് സംഭവമാണ് ഈ കാണുന്നത്. ഈ ഒരു പരുവത്തിലാക്കി എടുക്കുക. ആ എണ്ണയൊക്കെ കൂടെ തെളിഞ്ഞു വന്നിട്ടുണ്ടല്ലോ, എന്ത് ടേസ്റ്റായിരുന്നെന്നോ. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുക. ഒരു മിക്സിയുടെ ജാറിലെല്ലാം കൂടിയിട്ട് അരച്ച് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ഒരു ചിക്കൻ പരട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പറായിരുന്നു. നമ്മൾ സാധാരണ കഴിക്കുന്ന ഒരു ചിക്കൻ കറിയുടെ ടേസ്റ്റ് അല്ല, അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായൊരു ടേസ്റ്റായിരുന്നു. ഞങ്ങൾക്കിവിടെ തോന്നിയത് അങ്ങനെയാണ് കേട്ടോ. നല്ല ഒരു ടേസ്റ്റായിരുന്നു. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാ കൂട്ടുകാരും ലൈക്കും കമൻറ്റും സപ്പോർട്ടും ഒക്കെ ചെയ്ത് സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.